ഹലോ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ കുട്ടികളിൽ വളരെയധികം കൂടി വരുന്ന ഒരു കാര്യമാണ് ലേണിംഗ് ഡിസബിലിറ്റീസ്, പഠന വൈകല്യങ്ങൾ. അപ്പോൾ ഇനി വരാൻ പോകുന്ന വീഡിയോകളിൽ നാം ചർച്ച ചെയ്യുന്നത് എന്താണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി, ഒരു കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്തൊക്കെ രീതിയിൽ നമുക്ക് പരിഹാരം കണ്ടെത്താനാവും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കും അതുപോലെ രക്ഷിതാക്കൾക്കും അതുപോലെ കുട്ടികളുമായി ബന്ധപ്പെടുന്ന എല്ലാ ആളുകൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ മുഴുവനായും കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുമുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും മുന്നിലാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സൈക്കോളജിക്ക് പറയുന്നത് ഒരു മനുഷ്യന് 4000-ഓളം കഴിവുകൾ ഉണ്ട് എന്നാണ്. അതിൽപ്പെട്ട ചില ഓഫീസ് സ്കില്ലുകളാണ് ഈ പഠിക്കുക, എഴുതുക, വായിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ ഒരു കുട്ടിക്ക് എഴുതാനും വായിക്കാനും പഠിക്കാനും കഴിയില്ല എന്ന് കരുതിക്കൊണ്ട് ആ കുട്ടിയെ നാം പറ്റെ തള്ളാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ജീവിതത്തിൽ സക്സസ് ആയ പല ആളുകളുടെയും ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരെല്ലാം ഈ പഠന കാര്യങ്ങളിൽ വളരെ മികവ് കാട്ടിയിരുന്ന ആളുകളൊന്നുമല്ല. ജീവിതത്തിൽ പരീക്ഷകളിൽ പരാജയപ്പെട്ട ആളുകളും തങ്ങളുടെ ജീവിതത്തിൽ വിജയിച്ചതായി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ പഠിക്കുക, എഴുത്ത് വായന എന്നിവ അറിയുക എന്നിവ കൊണ്ട് മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂ എന്ന് നാം ഒരിക്കലും വിശ്വസിക്കരുത്. ഈ ലേണിംഗ് ഡിസബിലിറ്റിയെ ഒരിക്കലും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയില്ല. എന്നാൽ നമുക്ക് ഇതിനെ മാനേജ് ചെയ്തുകൊണ്ട് അവരൊന്ന് മെച്ചപ്പെട്ട രീതിയിലേക്ക് ആക്കാൻ കഴിയുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചില ലേണിംഗ് ഡിസബിലിറ്റീസുകളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, അറ്റൻഷൻ കുറവ്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ലേണിംഗ് ഡിസബിലിറ്റീസ്. ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ലെങ്ത് വളരെ കൂടി പോകുന്നതാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി ഇതെങ്ങനെ നമുക്ക് കണ്ടെത്താം, ഈ ഒരു കുട്ടിയിൽ ഡിസ്ലെക്സിയ ഉണ്ട്, ഡിസ്ഗ്രാഫിയ ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്കാൽക്കുലിയ ഉണ്ട് എന്ന് നമുക്ക് എങ്ങനെ കണ്ടെത്താൻ കഴിയുക, ഇതൊക്കെ മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയുന്നതാണ്. അതുപോലെ ഇതിനെങ്ങനെ നമുക്ക് പരിഹാരം കണ്ടെത്താം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. നിങ്ങൾ സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് ശരിക്ക് LD പോലെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് LD അല്ല. ചില രക്ഷിതാക്കൾ പറയുന്നത് കേട്ടിട്ടില്ലേ, എൻ്റെ കുട്ടി ആദ്യമൊക്കെ പഠിക്കുമായിരുന്നു, ഇപ്പോൾ അവൻ പഠനത്തിൽ വളരെ പിന്നിലാണ്. ഇങ്ങനത്തെ കുട്ടികൾ അവർക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ് അല്ല ഉള്ളത്, അവർക്ക് സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ് എന്ന കാറ്റഗറിയിലാണ് അവരൊക്കെ ഉൾപ്പെടുന്നത്. ഇതൊന്നല്ലെങ്കിൽ അവർക്ക് കോൺഫിഡൻസിന്റെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നുള്ള ലവിന്റെ കുറവ് കൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഇതെല്ലാം നമുക്ക് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ മാറ്റാൻ കഴിയുന്നതാണ് ഈ സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ. എന്നാൽ LD നമുക്ക് ചുരുങ്ങിയ ഒരു കാലയളവ് കൊണ്ട് മാറ്റാൻ കഴിയില്ല. അതിന് നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളും ചെയ്താലേ LD നമുക്ക് റിക്കവറാക്കാൻ, ഒരു പരിധി വരെ റിക്കവറാക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ് നമുക്ക് രക്ഷിതാക്കൾ ചില കാര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കുന്നത് വഴി നമുക്ക് മാറ്റാൻ കഴിയുന്നതാണ്. അങ്ങനെ ഈ സ്കോളാസ്റ്റിക് ബാക്ക്വേർഡിൽ നിന്ന് നമുക്ക് കുട്ടികളെ രക്ഷിക്കാനുള്ള രക്ഷിതാക്കൾക്കുള്ള ചില വഴികളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ് ഉണ്ടാകുന്നത് കുട്ടികളിലുള്ള കോൺഫിഡൻസ് കുറയുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് രക്ഷിതാക്കളിൽ നിന്ന് സ്നേഹം കിട്ടാത്തത് കൊണ്ടൊക്കെയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് മാറുന്നതിന് വേണ്ടി രക്ഷിതാക്കൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ ഒന്നാണ് കുട്ടികളെ സ്നേഹിക്കുക. എല്ലാ രക്ഷിതാക്കൾക്കും കുട്ടികളോട് സ്നേഹമുണ്ട്, പക്ഷേ അതവർ പ്രകടിപ്പിക്കാറില്ല എന്നതാണ് വാസ്തവം. അത് കാരണമായിക്കൊണ്ട് കുട്ടികളിൽ ഈ പഠനത്തിൽ പിറകോട്ട് പോകുന്നതിന് കാരണമാകും. രണ്ടാമത്തേത് അവരെ ഇടക്കൊന്ന് തലോടുക. ഈ തലോടുമ്പോൾ കുട്ടികൾക്ക് നാം കുട്ടികളെ സ്നേഹിക്കുന്നുണ്ട് എന്ന ഫീല് അവർക്ക് ഉണ്ടാകുന്നതാണ്. മൂന്നാമത്തെ ഒരു കാര്യമാണ് അവർ മഴ കൊണ്ടുവരുമ്പോഴൊക്കെ അവർക്ക് തല തോർത്തി കൊടുക്കുക. നാലാമത്തത്, കുട്ടികളെ മുന്നിൽ നിന്ന് ഒരിക്കലും നാം കുറ്റം പറയാൻ പാടില്ല. ഇവൻ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, നീ ഒരിക്കലും പഠിക്കൂല, ഇത്തരത്തിലുള്ള കമൻസ് നാം കുട്ടികളുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ അത് കുട്ടികളുടെ മൈൻഡിൽ ഫീഡാവുകയാണ്. പിന്നീട് അവർക്ക് പഠിക്കാൻ തോന്നൂല. കാരണം എന്നെക്കുറിച്ച് എല്ലാവരും ഞാൻ പഠിക്കൂല എന്നൊക്കെയാണ് പറയുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിയുടെ പഠനത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇത് രക്ഷിതാക്കൾ മാത്രമല്ല മറ്റുള്ള അധ്യാപകരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നും രാവിലെ കുട്ടികളെ കുറിച്ച് 4 നന്മകൾ പറയുക. അടുത്തത്, മാസത്തിലൊരിക്കൽ കുട്ടികൾക്ക് മസാജ് ചെയ്തു കൊടുക്കുക. കുട്ടികളെ കേൾക്കാൻ തയ്യാറാവുക, അതുപോലെ കുട്ടികളോട് സംസാരിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ
കുട്ടികളിലുള്ള സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്, അവർക്ക് ലോ കുറവ് കൊണ്ട് അതുപോലെ കോൺഫിഡൻസ് കുറവ് കൊണ്ടൊക്കെ ഉണ്ടാവുന്ന പഠന വൈകല്യങ്ങൾ നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയുന്നതാണ്.